അക്ഷരത്തെറ്റിന്റെ പേരിൽ വിദ്യാർത്ഥിയെ വേദിയിൽ വിളിച്ചു വരുത്തി ശാസിച്ച മുൻ മന്ത്രി കെ.ടി. ജലീലിന്റെ നടപടിക്കെതിരെ MSF. കെ.ടി. ജലീൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് MSF പ്രവർത്തകർ മണ്ണാർക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ണാർക്കാടിൻ മണ്ണിൽ വന്ന് ഞങ്ങളുടെ പ്രിയരാം വിദ്യാർത്ഥികളെ അപമാനിക്കാൻ നോക്കിയവനെ ഇല്ല മാപ്പില്ല. ഈ നാടിൻ അഭിമാനങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അനുമോദന വേദിയാകെ അപമാനത്തിൻ വേദി. കുട്ടികൾ പരീക്ഷ നന്നായി എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇവിടെ പരീക്ഷാ ഭവൻ ഉണ്ടെന്നും അതിനായി കെ.ടി. ജലീലിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നും MSF നേതാക്കൾ ചോദിച്ചു. മണ്ണാർക്കാട് വന്നിട്ട് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അതിനെ കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങളുടെ പേര് മണ്ണാർക്കാട്ട് SFI അല്ല എന്നുള്ളത് MSFുകാര് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മിസ്റ്റർ കെ.ടി. ജലീലിനോട് ഞങ്ങളൊരു കാര്യം പറയാം. അധ്യാപകൻ എന്ന മാടമ്പിത്തമൊക്കെ അവസാനിക്കാനുള്ള കാലമായി എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട SFIയുടെ സഹോദരങ്ങളോട് നിങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേട്ടിട്ടും ഉറക്കമെണീറ്റില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങി എണീറ്റ് മൂത്രമൊഴിച്ച് കിടന്നുറങ്ങണമെന്നും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ നിങ്ങളെല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്നാണല്ലോ നിങ്ങളുടെ വാക്യങ്ങളും നിങ്ങളുടെ പ്രസംഗങ്ങളും നിങ്ങളുടെ മുദ്രാവാക്യങ്ങളും. എന്തുകൊണ്ട് കേരളത്തിലാകെ സ്റ്റേറ്റ് മീഡിയാസുകളടക്കം എല്ലാ പൊതുസമൂഹത്തിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു വലിയൊരു വിഷയത്തെ നിങ്ങൾ എന്തുകൊണ്ട് അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ SFIയുടെ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റഗ്രാം പേജിലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റെങ്കിലും ഇട്ടുകൊണ്ട് നിങ്ങൾ പ്രതിഷേധം അറിയിച്ചില്ല? എന്തുകൊണ്ട് 1.5 മാസം മുമ്പ് മെമ്പർഷിപ്പ് കിട്ടിപ്പോന്ന കെ.ടി. ജലീലിനോട് അടങ്ങാത്ത സ്നേഹത്തിന്റെ പേരിലാണോ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് അങ്ങേയറ്റം കടപ്പാടും നന്ദിയുമുള്ളത് മലപ്പുറത്തെ തവനൂർ മണ്ഡലത്തിലുള്ള ജനങ്ങളോടാണ്. നിങ്ങൾ എഴുതിത്തള്ളിയത്, നിങ്ങൾ അടിച്ചു മാറ്റിയത്, നിങ്ങൾ തുടച്ചു നീക്കിയത് കേരളത്തിലെ ഒരു പൊതുമാലിന്യത്തെയാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ജലീൽ ഭരണം പോയത് മറന്നിട്ടുണ്ടാവാമെന്നും ഇപ്പോൾ ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ടെന്നും നിങ്ങളുടെ ഭരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവാം. അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങളും നിങ്ങൾക്ക് ഇത്തരത്തിലേക്കുള്ള അവിടെ എന്ത് സംഗതികളാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഒരു പഴയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ഒരു പഴയ അധ്യാപകനോ ആയിട്ടൊക്കെ ഒരു പക്ഷേ നിങ്ങൾ സ്റ്റേജിൽ പെരുമാറിയിട്ടുണ്ടാകാം. പക്ഷേ ഞങ്ങളൊന്ന് പറയുന്നു, കേരളത്തിൽ അഭിമാനകരമാകുന്ന ഒരു പുതുവസന്തത്തിന്റെ ഒരു പുതുയുഗ സർക്കാർ കേരളത്തിൽ രൂപം നൽകിയിട്ടുണ്ട്. അതിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മണ്ണാർക്കാടിൽ നിന്നും വിജയിച്ചു കയറിയിട്ടുള്ള അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഏതൊക്കെ രീതിയിലേക്ക് മോണിറ്റർ ചെയ്യണം, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയൊക്കെ വിദ്യാഭ്യാസ സംഗതികളും അതിന്റെ സിലബസുകളും എങ്ങനെയൊക്കെ നടത്തണം, അവരുടെ പരീക്ഷകളും അവരുടെ മറ്റു സംഗതികളൊക്കെ എങ്ങനെ നടത്തണം എന്നുള്ളത് നന്നായി അറിയുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്ന് കേരളത്തിനുള്ളത് എന്നുകൂടി അത്രക്കാരോട് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നേതാക്കൾ പരിഹസിച്ചു.